ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ കുറുമ്പി. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്ന് പുതിയ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, പൂക്കൾ എത്തിയിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് പൂക്കൾ വന്നിട്ടുണ്ട്. ആ പൂക്കൾ കളറ്, അതിൻ്റെ നിറം, അത് ഏതാണ്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് ഷോപ്പിൽ ഇരിക്കുന്നത്, ഓക്കെ, ഇവിടെ എങ്ങനെയാണ് വന്നത് എന്നൊക്കെയുള്ളൊരു കുഞ്ഞു വീഡിയോസാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂക്കൾ വേണമെങ്കിൽ ഇനി ചോദിക്കരുത്. ഇനി അടുത്ത വർഷത്തേക്ക് കുറച്ച് നേരത്തെ എൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെടുക. ഏതെങ്കിലും ഒരു ഷോട്ടിൽ, ഞാൻ ആദ്യം ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഷോട്ടിൽ നിങ്ങൾ കാണുന്ന ഫസ്റ്റ്, ആദ്യമല്ല അത് തന്നെ കാണുന്ന ഒരു ഷോർട്സ് വീഡിയോസിൽ വന്നിട്ട് എന്ത് ചെയ്യണം, അറിയിപ്പ് നൽകണം. ഞങ്ങൾക്ക് കുറച്ച് പൂക്കൾ വേണമല്ലോ, അത് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുള്ള ഒരു ഒരു മെസ്സേജ് ഇടുക. അപ്പോൾ നിങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതായിരിക്കും. ഓക്കെ കൂട്ടുകാരെ, അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പൂക്കൾ കണ്ടാലോ? ഇനി പൂക്കൾ കാണാം അല്ലേ? രാവിലെ 8:30 ആയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി മുകളിൽ വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡാണ്. ചേട്ടായി കർണാടകയിലെ ചിഗൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ പൂക്കൾ കെട്ട് കണക്കിന് കൊണ്ടുവരുന്നത്. അപ്പോൾ നോക്കിയൊക്കെ എന്തോരം കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജോലിയും കൂടെയാണ് ഇത് കേട്ടോ. അപ്പോൾ കൂടെ പോയവർക്കൊക്കെ അറിയാം. അപ്പോൾ ദേ നോക്കിയൊക്കെ കെട്ട് കണക്കിന് പൂക്കളുമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഗൈസ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. നോക്കിക്കെ, ഇനി വരുന്നതേ ഉള്ളൂ. ചേട്ടാ രണ്ടാമത്തെ പാക്കറ്റ് എടുക്കാൻ പോയി. ഇത് കണ്ട ജമന്തി പൂക്കൾ, കണ്ടട വേണോ കൂട്ടുകാരെ? ഇനി വേണമെങ്കിൽ അടുത്ത വർഷം എൻ്റെ അടുത്ത് ഇങ്ങനത്തെ പൂക്കൾ വേണമെങ്കിൽ എൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയല്ലോ. പിന്നെ ഏത് തരം എങ്ങനെയുള്ള പൂക്കളാണ് നിങ്ങൾ നോക്കിക്കേ. ഇങ്ങനെ അടിപൊളി പൂക്കളാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ആ അടിപൊളി, എന്ത് രസമാണ്, കണ്ടു നോക്കിക്കേ കൂട്ടുകാരെ. വാവ് വാവ് വാവ്, സൂപ്പർ റെഡ് കളറിലെ റോസ്. പിന്നെ ഈ ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഗൈസ്. നല്ല രസമുണ്ടല്ലോ, അവർ കൊട്ടയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ് നോക്കിയൊക്കെ. ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏത് തരം എങ്ങനെയുള്ള പൂക്കളാണ് എന്നതാണ് ഞാൻ കാണിച്ചത്. ഇതൊരു മാർക്കറ്റാണ് കേട്ടോ, കർണാടകയിലെ. ഓണം ആകുമ്പോൾ നമുക്ക് വേണ്ടത് പൂക്കളാണ്. പൂക്കൾ വേണമെങ്കിൽ കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഷോപ്പിൽ എത്തിച്ചിരിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഷോപ്പിലെത്തിയ പൂക്കളാണ്. നമ്മൾ ആദ്യം കണ്ട വണ്ടിയിൽ കൊണ്ടുവരുന്ന പൂക്കൾ ഇങ്ങനെ കെട്ട് കണക്കിന് ഷോപ്പിലെത്തിക്കുന്നു. എന്ത് രസമായിരിക്കുന്ന കാണാൻ. ഇനിയിപ്പം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ പൂക്കളൊക്കെ പോയി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിട്ട വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട് നമ്മുടെ ഈ കുറുമ്പി ഫാമിലിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ അടുത്ത വർഷം കുറച്ച് നേരത്തെ ഓക്കെ, കുറച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മളോട് ചാനലുമായിട്ട് ബന്ധപ്പെടുക. പൂക്കൾ ആവശ്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഏതെങ്കിലും ഒരു ഷോർട്സിൽ വന്നിട്ട് നിങ്ങൾ ബന്ധപ്പെടുക കേട്ടോ. നിങ്ങൾ അറിയിക്കുക പൂക്കൾ വേണം എന്നുള്ളവർ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ.